പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും നന്ദി. എൻ്റെ പേര് ഡോക്ടർ അജിത് ജോസഫ്. ഇതെൻ്റെ ഭാര്യ ഡോക്ടർ അനുപമ. ഞങ്ങൾ രണ്ടുപേരും പാലക്കാട് ജില്ലയിലെ കഞ്ചിക്കോട് നിന്നാണ് വരുന്നത്. എനിക്ക് ആദ്യം ഇവിടെ സാക്ഷ്യം പറയാനുള്ളത്, ഞാൻ 2022 നവംബർ മാസത്തിലാണ് ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അന്ന് ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ ജനുവരി മാസം 31-ാം തീയതിക്ക് മുമ്പ് എൻ്റെ വിവാഹം നടക്കണമെന്ന് ഡേറ്റ് ഇട്ട് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ജനുവരി മാസം 28-ാം തീയതി പാലക്കാട് ബിഷപ്പിൻ്റെ കാർമ്മികത്തിൽ എൻ്റെ വിവാഹം നടക്കുവാൻ സാധിച്ചു. പിന്നീട് വിവാഹമൊക്കെ നടന്ന് ഞങ്ങൾ നന്നായി ജീവിക്കുന്ന കൂട്ടത്തിൽ ഞങ്ങൾ ഉടമ്പടിയിലൊക്കെ നന്നായി ഉഴപ്പി. ഇടയ്ക്ക് വരും, ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കും, പിന്നീട് പോയിട്ടും പഴയതുപോലെയൊക്കെ തന്നെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ചൊക്കെ ദൈവത്തോട് അകന്ന് ഒക്കെ ഞങ്ങളുടെ ഇഷ്ടത്തിനുള്ള ഇപ്പോഴത്തെ കാലത്തിലെ ആൾക്കാർ എങ്ങനെ ജീവിക്കുന്നു അതുപോലെ കുറച്ചൊക്കെ വൈബായിട്ട് അങ്ങ് ജീവിച്ചു പോയി. അങ്ങനെ ഇരിക്കുമ്പോൾ ഇടയ്ക്ക് വെച്ച് ഞങ്ങൾ തമ്മിൽ ചെറിയൊരു വഴക്കുണ്ടായി. വഴക്കുണ്ടായിട്ട് ഫലമായിട്ട് ആ വഴക്ക് 2 ദിവസം മിണ്ടാതിരുന്നപ്പോൾ വീണ്ടും വഴക്ക് കൂടി. പിന്നീട് വൈഫിൻ്റെ വീട്ടിലേക്ക് മാറിപ്പോയി. അവിടെ പോയി പിന്നെ ഞങ്ങൾ തമ്മിൽ കുറച്ച് കമ്മ്യൂണിക്കേഷൻ എററൊക്കെ വന്നു, കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പും വന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ വീണ്ടും ദൈവത്തിലേക്ക് അടുക്കുന്നത്. ഞാൻ ആ സമയത്ത് ഇവിടെ അഖണ്ഡ ജപമാല നടക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ഞാൻ അഖണ്ഡ ജപമാലയിൽ വന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ ഞാൻ ആ സമയത്ത് കൊന്ത ചൊല്ലി നടന്ന് പങ്കെടുക്കുകയുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരുടെ പ്രശ്നങ്ങളൊക്കെ പിന്നീട് ദൈവത്തിൻ്റെ കാർമ്മികത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് പ്രശ്നങ്ങളൊക്കെ രമ്യതയിൽ പെട്ടുപോയി. അതാണ് എൻ്റെ 2ാമത്തെ സാക്ഷ്യം. പിന്നെ അടുത്ത സാക്ഷ്യം എന്ന് പറയാനുള്ളത്, ഞാനും എൻ്റെ ഭാര്യയും ഡെൻറ്റിസ്റ്റാണല്ലോ പറഞ്ഞല്ലോ. ഒരിക്കൽ ഞങ്ങൾ ഇമ്പാക്ഷൻ എന്ന് പറയും, മാൻഡിബിളാർ താഴത്തെ പല്ല്, ലാസ്റ്റ് മോളാർ ടൂത്ത്, വിസ്ഡം ടൂത്ത്, അത് എല്ലിൻ്റെ അകത്ത് കുടങ്ങിയിരിക്കുന്ന സർജറിക്കാണ് ഇമ്പാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു രോഗിയുടെ ഇമ്പാക്ഷൻ സർജറി ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ആ സമയത്ത് ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു. അപ്പോൾ പല്ലെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ചെറിയ 1-2 കോംപ്ലിക്കേഷൻസൊക്കെ വന്നു. അപ്പോൾ എനിക്കും എൻ്റെ ഭാര്യയ്ക്കും ടെൻഷനൊക്കെ ആയി. ഭാര്യ ആ സമയത്ത് ലൈറ്റ് ആൻഡ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റിട്ട് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് ആ പല്ല് സുഖമായിട്ട് എടുക്കാൻ പറ്റി. അതുപോലെ ആ സർജറി ചെയ്യുന്നതിനിടയ്ക്ക് ആ പേഷ്യൻ്റെ മാൻഡിബുലർ നെർവ് ചെറുതായിട്ട് എക്സ്പോസായി. അപ്പോൾ അത് കുറേ കഴിയുമ്പോഴത്തേക്ക് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവേണ്ടിയാണ്. പക്ഷേ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ നല്ല രീതിയിൽ ആ സർജറി പൂർത്തിയാക്കാൻ ഞങ്ങൾക്ക് രണ്ടുപേർക്കും സാധിച്ചു. പിന്നെ ഞാൻ ചെയ്ത കാരുണ്യ പ്രവൃത്തികൾ എന്നൊക്കെ പറയുമ്പോൾ, നമ്മുടെ ക്ലിനിക്കിൽ വരുന്ന രോഗികൾക്കൊക്കെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്ക് സാമ്പത്തിക ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പൈസയൊക്കെ കുറയ്ക്കും. ചില ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യും. പിന്നെ നമ്മുടെ കൃപാസനം പത്രം ക്ലിനിക്കിൽ വരുന്ന രോഗികൾക്കൊക്കെ കൊടുക്കാറുണ്ടായിരുന്നു. അപ്പം ചില ആൾക്കാർക്ക് അവരൊക്കെ നമ്മുടെ സംസാരിക്കുമ്പോൾ അവരുടെ ജീവിത ദുരിതങ്ങളും വിഷമങ്ങളൊക്കെ പറയുമ്പോൾ അവർക്ക് ഞാൻ കൃപാസനം പത്രം കൊടുക്കാറുണ്ടായിരുന്നു. ഇതൊക്കെയാണ് ഞാൻ ചെയ്ത കാരുണ്യ പ്രവൃത്തികളൊക്കെ. പിന്നീട് ഒരു സാക്ഷ്യം കൂടെ പറയാനുണ്ട്, ഞാൻ മറന്നുപോയതാണ്. ഞാനും എൻ്റെ വൈഫും കൂടെ ഒരിക്കൽ കുളിക്കാൻ വേണ്ടി, അവിടെ ഒരു നിലമ്പൂരാണ് വൈഫിൻ്റെ വീട്. അപ്പോൾ നിലമ്പൂരടുത്തൊരു വലിയൊരു പുഴയിൽ കുളിക്കാൻ പോയി. അപ്പോൾ മലവെള്ളമൊക്കെ വരുന്ന പുഴയാണ്. അവിടെ ഞങ്ങൾ കുളിക്കാൻ പോകുന്നതിനിടയ്ക്ക് ചെറുതായിട്ട് ഞാൻ ഒഴുക്കിൽപ്പെട്ട്. അപ്പോൾ ഒഴുക്കിൽപ്പെട്ട സമയത്ത് അള്ളി പിടിച്ചപ്പോഴത്തേക്കും പാറക്കെട്ടിലേക്ക് അള്ളി പിടിച്ചു. അങ്ങനെ പിടിക്കുന്ന സമയത്ത് എൻ്റെ വിവാഹമോതിരം വെള്ളത്തിൽ വീണുപോയി. അപ്പോൾ അവിടെ ചുറ്റും നിന്ന് ആൾക്കാരൊക്കെ പറഞ്ഞു ഇനി ആ മോതിരം കിട്ടത്തില്ല, കാരണം അത് കുഴിയിലേക്കായിരിക്കും പോയത്, കിട്ടാൻ ചാൻസ് ഇല്ല എന്ന്. പക്ഷേ ഞാനും എൻ്റെ ഭാര്യ അവിടെ നിന്ന് കുറേ നേരം പ്രാർത്ഥിച്ചു. പിന്നെ പ്രാർത്ഥനയ്ക്കിടയിൽ ഞാൻ കുഴിയിലേക്കൊക്കെ എടുത്ത് ചാടി, നിലയില്ലാത്ത കുഴിയിലേക്കൊക്കെ ചാടി. അങ്ങനെ ഞങ്ങൾ വെള്ളത്തിൻ്റെ ഇടയിൽ തപ്പിപ്പിടിച്ച് അവസാനം ഞങ്ങൾക്ക് മാതാവ് ഈ മോതിരം തിരിച്ചു തന്നു. അമ്മയ്ക്കും തിരുകുമാരനും 1000 നന്ദി. എൻ്റെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങളുണ്ടാക്കി. ഇനി ഒരിക്കലും ഞങ്ങൾ തമ്മിൽ ഉടമ്പടിയിൽ നിന്ന് ഉഴപ്പത്തില്ല. ഉടമ്പടിയിൽ നിന്ന് ജീവിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഉടമ്പടി എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഈശോയോട് കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചായിരുന്നു. ഒരു 12-ാം തീയതി, ഈ ഒക്ടോബർ 12-ാം തീയതി ഞായറാഴ്ച കുർബാന ഒന്ന് വെട്ടിച്ചുരുക്കിയപ്പോൾ അന്ന് തൊട്ട് ഞങ്ങൾ അകലാൻ തുടങ്ങി. അപ്പോൾ ഉടമ്പടിയിൽ ആത്മീയമായിട്ട് ഈ ഉടമ്പടി ഞങ്ങൾ ഒരുമിപ്പിച്ചു, ഈശോയോട് കൂടുതലായിട്ട് ഒരുമിപ്പിച്ചു. ഇത്രയും അനുഗ്രഹം തന്നതിന് ഈശോയ്ക്ക് നന്ദി, മാതാവിന് നന്ദി. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 6-ാം തിരുവചനം. തന്മൂലം പിന്നീടൊരിക്കലും അവർ രണ്ടല്ല, ഒറ്റ ശരീരമായിരിക്കും. ആകയാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപ്പെടുത്താതിരിക്കട്ടെ. ഡോക്ടർ അജിത്തിൻ്റെയും ഡോക്ടർ അനുപമയുടെയും പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് നാം കേട്ടത്. ഈ കാലയളവിൽ നാം കേട്ടുകൊണ്ടിരിക്കുന്നത് ഒരുപാട് വിവാഹമോചനങ്ങളെക്കുറിച്ചാണ്. ദൈവം യോജിപ്പിച്ച യാതൊന്നും തന്നെ ദൈവം നമുക്ക് തുണയായി നൽകിയിരിക്കുന്ന ജീവിത പങ്കാളികൾ ഒരിക്കലും ഏർപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. ഉടമ്പടി അതാണ്. വിവാഹത്തിലൂടെ ഒരു ദമ്പതികൾ 2 പേർ എടുക്കുന്ന ഒരു വലിയ ഉടമ്പടിയാണ്. ഞങ്ങളെപ്പോഴും ഞങ്ങൾ രണ്ടല്ല, ഞങ്ങൾ ഒന്നാണെന്നുള്ളൊരു വലിയ പ്രതിജ്ഞയാണ് നമ്മൾ വിശുദ്ധ ഗ്രന്ഥം തൊട്ടുകൊണ്ട് എല്ലാ മക്കളും പ്രതിജ്ഞ ചെയ്യുന്നത്.
എവിടെയൊക്കെയോ നമുക്ക് താളപ്പിഴകളോ അല്ലെങ്കിൽ നമ്മുടെ സ്നേഹത്തിൻ്റെ മാറ്റുരച്ച് നോക്കുന്ന ഒരു വലിയ ജീവിതാനുഭവങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ദമ്പതികൾക്ക് തിരിച്ചു വരാൻ സാധിക്കുന്ന ഏറ്റവും വലിയ ഒരു ഉടമ്പടിയുടെ പദ്ധതിയാണ് നാം ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്, പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ നമ്മോട് എപ്പോഴും പറയാറുണ്ട്, ഉടമ്പടി എന്നത് ഉടൻ പരിഹാരം. നമ്മുടെ ജീവിതക്രമമായിട്ടത് മാറുമ്പോൾ ഒരിക്കലും അതിനെ വേർപെട്ടിരിക്കാൻ സാധിക്കുകയില്ല. ദൈവസ്നേഹം അങ്ങനെയാണല്ലോ, അതെല്ലാ ദിവസവും പുതിയതാണ്. ദൈവസ്നേഹം എന്നും പുതിയതാണ്. സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല. സ്നേഹത്തെക്കുറിച്ചുള്ള ഒരു വലിയ കാവ്യം തന്നെ വിശുദ്ധ പൗലോസ്ലീഹ എഴുതുന്നുണ്ട്. എന്താണ് സ്നേഹം എന്ന് ചോദിച്ചാൽ, സ്നേഹത്തെക്കുറിച്ച് പൗലോസ്ലീഹ പറയുന്നത്, സ്നേഹം കാത്തിരിക്കുന്നു, സ്നേഹം ദീർഘക്ഷമയുള്ളതാണ്, സ്നേഹം ഒരിക്കലും അസൂയപ്പെടുന്നില്ല, സ്നേഹം ദീർഘശാന്തതയുള്ളതാണ്. അങ്ങനെ സ്നേഹത്തെക്കുറിച്ച് പറയുന്നതിൻ്റെ ഒരു വലിയ ഉത്തമ ഉദാഹരണമാണ് ദമ്പതികളും മാതാപിതാക്കളുമെല്ലാം. ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായത് തന്നെയാണ് അബ്രാഹത്തിന് സംഭവിച്ചതുപോലെ. അബ്രാഹത്തിന് കുഞ്ഞിനെ കിട്ടിയപ്പോൾ, ഇസഹാക്കിനെ കിട്ടിയപ്പോൾ ഒരു പക്ഷേ ദൈവത്തേക്കാൾ ഒരു വലിയ സ്ഥാനം കുഞ്ഞിനെ, ഇസഹാക്കിനെ നൽകിയിട്ടുണ്ടായിരിക്കാം എന്ന് നാം അനുമാനിക്കുകയാണ്. അപ്പോഴാണ് ദൈവം അബ്രാഹത്തോട് പറയുന്നത്, നീ നിൻ്റെ കുഞ്ഞിനെ എടുത്ത് എനിക്ക് ബലി അർപ്പിക്കുകയെന്ന്. അവിടെ അബ്രാഹാം തെളിയിച്ചു കൊടുക്കുകയാണ്, നീ തന്നെയാണ് എൻ്റെ ദൈവം. നമുക്ക് ഒരിക്കലും ദൈവത്തിൽ നിന്ന് അകന്ന് ഒരു സ്നേഹമില്ല. സ്നേഹത്തിൻ്റെ ആഴമോ ഉയരമോ ഒന്നും നമുക്ക് അളക്കാൻ സാധിക്കില്ല എന്നുകൂടി പൗലോസ്ലീഹ പറയുന്നുണ്ട്. ഇവരുടെ ജീവിതത്തിലുണ്ടായ എല്ലാ അനുഭവങ്ങളിലും ഈശോ കൂടെയുണ്ട്. പരിശുദ്ധാമ്മ ഇവർക്ക് ഉടമ്പടിയിൽ മധ്യസ്ഥം ലഭിച്ചു എന്നതിൻ്റെ 2 ഉദാഹരണങ്ങളാണ് ഡോക്ടർ അജിത്ത് പറഞ്ഞത്. അവരുടെ സർജറിയിലുണ്ടായ ഒരു പേഷ്യൻറ്റിനുണ്ടായ ഒരു സർജറിക്ക് ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടായി, അവർക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാവുന്ന ഒരു അനുഭവത്തിൽ നിന്ന് ഡോക്ടർ അനുപമ ഉടനെ ലൈറ്റ് എ കാൻഡിൽ പ്രയറിട്ട് പ്രാർത്ഥിച്ചപ്പോൾ ആ ഒരു വലിയ കോംപ്ലിക്കേഷനിൽ നിന്ന് അവർക്ക് വിടുതലുണ്ടായി, അവർക്ക് രക്ഷപ്പെടാൻ സാധിച്ചു. അതുപോലെ തന്നെ ഇവരുടെ വിവാഹമോതിരം നഷ്ടപ്പെട്ടപ്പോൾ അജിത്തിനുണ്ടായ ഒരു ആശങ്കയും, എത്രയേറെ ചെളിയിൽപ്പെട്ട് അകന്നു പോയേക്കാവുന്ന ആ മോതിരം ആ ഒരു വലിയ ഉരുൾപൊട്ടലിൽ പെട്ടിട്ട് പോലും അവർക്ക് ആ മോതിരം തിരിച്ച് ലഭിച്ചു എന്ന് പറയുന്നു. ഇതെല്ലാം നമുക്ക് സമയച്ചുരുക്കത്തിൻ്റെ അമ്മ നമ്മുടെ ജീവിതഭാരം കുറച്ച് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് എപ്പോഴുമുണ്ട്. അവിടുത്തെ അമ്മയുടെ നീല അങ്കിക്കുള്ളിൽ നമ്മളെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നു എന്നുള്ളതിൻ്റെ വലിയ തെളിവുകളാണ്. ഈശോ അതിനെല്ലാം നമ്മെ എപ്പോഴും അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു, അഭിഷേകം നൽകിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ വലിയ വലിയ ഉദാഹരണങ്ങളാണ്. നമുക്ക് എല്ലാ ദമ്പതികൾക്കും, വിവാഹമോചനത്തിനായി കാത്തിരിക്കുന്നവരും വിവാഹമോചനം ആഗ്രഹിച്ച് വേർപിരിയാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ വഴക്കിൽ കഴിയുന്ന, പിണങ്ങി കഴിയുന്ന എല്ലാ ദമ്പതികളെയും ഈ സാക്ഷ്യത്തോട് നമുക്ക് ചേർത്ത് വയ്ക്കാം. എല്ലാവരും ദൈവസ്നേഹത്തിൽ ആഴപ്പെടുവാനും ദൈവസ്നേഹം വറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം അവർക്ക് തിരിച്ചു ലഭിക്കുവാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് ഡോക്ടർ അജിത്തിൻ്റെയും ഡോക്ടർ അനുപമയുടെയും നല്ല സാക്ഷ്യത്തിനെ, അവരുടെ സ്നേഹത്തിനെ നമുക്ക് നല്ലൊരു കയ്യടി നൽകി ഈശോയ്ക്ക് അമ്മയ്ക്കും ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.